ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സെനസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു നല്ലൊരു വീഡിയോ ആയിട്ടാണ്. സമൂസ ഉണ്ടാക്കിയെടുക്കാനോ അതുപോലെ സ്പ്രിംഗ് റോൾ ഉണ്ടാക്കിയെടുക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള നമുക്ക് ഷീറ്റ് കടകളിൽ നിന്ന് മേടിക്കേണ്ടതൊന്നും ആവശ്യമില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെ എങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. ഞാൻ ആദ്യം ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്ങാണ് റെഡിയാക്കി എടുക്കുന്നത്. ഞാനിവിടെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഫില്ലിങ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് നല്ലപോലെ ഒന്ന് മസാല തേച്ച് കൊടുക്കണം. സോയാ സോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ചിക്കനിലൊക്കെ നല്ലപോലെ ഒന്ന് മസാല ഒന്ന് പിടിപ്പിച്ചെടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. എന്നിട്ട് നമുക്കിത് കുറച്ച് ഓയിൽ മാത്രം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഒത്തിരി മുരിഞ്ഞു പോകേണ്ടെന്ന് ആവശ്യമില്ല. ചിക്കനൊക്കെ ഒന്ന് വെന്ത് സോഫ്റ്റായി കിട്ടിയാൽ മതി. ഇപ്പോൾ ഇതാ ചിക്കനൊക്കെ അത്യാവശ്യമൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഓവറായിട്ട് മുരിഞ്ഞു പോകുമെന്ന് വേണ്ട. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ ഒരു ക്യാരറ്റ് മുഴുവനായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതും പിന്നെ ഒരു അരമുറി ക്യാപ്സിക്കവും പിന്നെ കുറച്ച് പൊട്ടറ്റോയും ചെറുതാക്കി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെജിറ്റബിൾസൊക്കെ കുറച്ച് നീളത്തിലായിട്ടാണ് കട്ട് ചെയ്തെടുത്തുള്ളത്. നമുക്ക് കാണാനുള്ള ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കണം. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും അതുപോലെ ഉപ്പ് കുരുമുളക് പൊടി ഒക്കെ ചേർത്ത് കൊടുക്കണം. അതുപോലെ ഒരു അര ടീസ്പൂണോളം സോയാ സോസ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. വെജിറ്റബിൾസൊക്കെ നല്ലപോലെ വെന്ത് കുഴഞ്ഞ് വരുമെന്ന് വേണ്ട, ജസ്റ്റ് ഒന്ന് വാടിക്കിട്ടിയാൽ നമുക്ക് ഈ ഫില്ലിങ് തന്നെ റെഡിയാക്കി എടുക്കണമെന്നില്ല. ഇഷ്ടമുള്ള രീതിയിൽ ഫില്ലിങ്ങൊക്കെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇതാ ഫില്ലിങ്ങൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് തണുത്ത് വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യത്തിലുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കണം. 1 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2.5 ടീസ്പൂണോളം കോൺഫ്ലവർ വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി ബാറ്ററിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അത്യാവശ്യം നല്ല പോലെ തന്നെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് മിക്സാക്കി എടുക്കണം. ഇതിൻ്റെ ബാറ്റർ അത്യാവശ്യം നല്ല പോലെ തന്നെ ലൂസായിരിക്കണം. നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത് ഫ്രൈ പാൻ വെച്ചിട്ടാണ്. ഫ്രൈ പാനിൽ തന്നെ ഇത് റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഇതുപോലെ ചട്ടിയിൽ ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഇതുപോലെ ബ്രഷ് വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഫ്രൈ പാൻ വെച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഹോൾസൊന്നും ഇല്ലാതെ വളരെ തിന്നായിട്ട് തന്നെ നമ്മൾ ബ്രഷ് വെച്ചിട്ട് സ്പ്രെഡാക്കി കൊടുക്കണം. ഒത്തിരി സമയത്ത് ഫ്രൈ ചെയ്തെടുക്കുകയൊന്നും ചെയ്ത് ജസ്റ്റ് ഒന്ന് മാവൊന്ന് കുക്കായി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ഇത് ചട്ടിയിൽ നിന്ന് എടുക്കുകയും വേണം. ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം. നമ്മൾ സ്പ്രിംഗ് റോൾ റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിലും സമൂസ റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇതേ രീതിയിൽ തന്നെയാണ് ചെയ്തെടുക്കേണ്ടത്. നമ്മളിത് ചെയ്തെടുക്കുന്ന സമയത്ത് മാവ് നല്ലപോലെ ലൂസായിരിക്കണം. വളരെ കട്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റെഡിയാക്കി എടുക്കുന്ന ദോശയും അതുപോലെ നല്ല കട്ടിയായിരിക്കും. നമ്മൾ ഈ ബാറ്ററിൽ കോൺഫ്ലവർ ചേർത്ത് കൊടുത്തുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് സ്പ്രിംഗ് റോൾ ആണെന്നുണ്ടെങ്കിലും സമൂസയാണെന്നുണ്ടെങ്കിലും ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നല്ലപോലെ ക്രിസ്പി ആയിട്ടായിരിക്കും. അതുപോലെ ഇത് ചട്ടിയിൽ കിടന്ന് കൂടുതൽ സമയം മുരിയൊന്നും ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റുകയും വേണം. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് സ്പ്രിംഗ് റോൾ റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ദോശ പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് അത്യാവശ്യത്തിലുള്ള ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. ഫില്ലിങ്ങൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യാം. സ്പ്രിംഗ് റോള് നമ്മൾ റെഡിയാക്കി എടുക്കുമ്പോൾ ഇതുപോലെ റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ സമൂസയാണ് റെഡിയാക്കി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താലും മതി. ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് മൈദ മിക്സ് മൈദയിൽ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒരു പേസ്റ്റ് പോലെ ഉണ്ടാക്കി അത് ജസ്റ്റ് ബ്രഷ് വെച്ചിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പ്രിംഗ് റോളൊക്കെ ഇവിടെ റെഡിയായി വരും. ഇതേ രീതിയിൽ തന്നെയാണ് നമ്മൾ സമൂസയും റെഡിയാക്കി എടുക്കുന്നത്. നമ്മൾ സൈഡ് ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം സമൂസ ഷീറ്റിൻ്റെ പോലെ ആക്കിയെടുത്തതിന് ശേഷം കോണാക്കി മടക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടില്ല അതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള സമൂസ റെഡിയായി. കുഴക്കി പരത്തിയൊന്നും ചെയ്യാത്തതിന് നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മളെ വീട്ടിലെ സാധനങ്ങൾ വെച്ചിട്ട് എന്നാൽ കടകളിൽ നിന്ന് മേടിക്കുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതാ ഞാനിവിടെ സ്പ്രിംഗ് റോളൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്.
ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെച്ചിട്ട് ഫ്രീസ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഫ്രൈ ചെയ്തെടുത്താലും മതി. ഇപ്പോൾ ഇത് നല്ലപോലെ ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഷീറ്റാണെന്നുണ്ടെങ്കിൽ ഇതിലൊട്ടും എണ്ണ കുടിക്കുകയൊന്നും ചെയ്യില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കോൺഫ്ലവറൊക്കെ ആഡ് ചെയ്തുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്പ്രിംഗ് റോളും സമൂസയും നമുക്ക് കിട്ടുന്നതാണ്. ജസ്റ്റ് ഒന്ന് കളർ മാറി വരുന്നവരെ നമ്മൾ എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്, കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചട്ടിയിൽ നിന്നും എടുത്തു മാറ്റാം. ഇത് വെച്ചിട്ട് സമൂസ റെഡിയാക്കി എടുത്തുള്ള വീഡിയോസ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതാണ്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. സമൂസയുടെ ഷേപ്പിൽ ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മളിതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് അതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ടെന്ന്. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നോമ്പിനൊക്കെ നമുക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.